സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഇന്നിപ്പോൾ എന്താ നമ്മൾ കാണിക്കാൻ പോണതെന്ന് വെച്ചാൽ സ്റ്റോളിൻ്റെ തന്നെ പ്രിപ്പറേഷൻസ് ആണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൽ നോട്ട് പാഡ്സുകളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്തായാലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ആൾക്കാർ ഇത് കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്താത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഞാൻ എവിടുന്നാണ് തുടങ്ങണ്ടേ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത്രയുമാണ് നോട്ട് പാഡ്സ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പല തീമായിട്ടുള്ള നോട്ട് പാഡ്സ് ആണ്. ആദ്യം തന്നെ സുന്ദരകാന്ഡത്തിൻ്റെ ഒരു ഹനുമാനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡ് കാണിക്കാം എന്ന് വിചാരിച്ചു. ബിക്കോസ് ദിസ് ഈസ് ലൈക്ക് 2-in-1 നോട്ട് പാഡ്. 2-in-1 നോട്ട് പാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം, ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ കളർ ഇറ്റ് ഓൾസോ. ആക്ച്വലി സുന്ദരകാന്ഡത്തിലെ ഒരു ഫസ്റ്റ് സീനാണ് ഞാനിത് നോട്ട് പാഡായിട്ട് ചെയ്തേക്കണേ. ഇത് 100 ഷീറ്റ്സ് ആണ്, ആൻഡ് ദിസ് ഈസ് അവൈലബിൾ ഇൻ A6 സൈസാണ്. ഈ താഴെ ഇരിക്കുന്നതൊക്കെ A6 സൈസാണ്. ഇതാണ് DL സൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ A5-ൻ്റെ പകുതിയാണ്. A5 സൈസാണ് ഇത്. ഇത്രയാണ് A5 സൈസ്. അതിൻ്റെ പകുതിയാണ് മറ്റേ DL സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻ്റെ ഒരു കൈയിൻ്റെ വലുപ്പമാണ് ഈ ഒരു A6 സൈസിനുള്ളത്. A6 സൈസിൽ ഒരു നോട്ട് പാഡാണ് സുന്ദരകാന്ഡം. അത് ഒരു സീരീസിൻ്റെ ഒരു നോട്ട് പാഡാണ് ഇത്. ദിസ് ഇസ് 2-in-1. ഇത് മിഡ് നൈറ്റ് മാജിക്, നമ്മൾ ഈ മിന്നാമിനിങ്ങൊക്കെ ബേസ് ചെയ്തിട്ടുള്ള, രാത്രിയിൽ മിന്നാമിനിങ്ങാണ് ഇപ്പോൾ അധികം കാണാറില്ല. സോ ഐ തോട്ട് അതിനെ ഒരു മെമ്മറി പോലെ ഞാൻ ചെയ്ത ഒരു ടെഡിയൊക്കെ ഇരിക്കുന്നുണ്ട് മൂണിൻ്റെ മുകളിൽ. അതുപോലത്തെ ഇത് ഒരു 100 ഷീറ്റ്സ് ആണ്. ഓക്കെ, 100 ഷീറ്റ്സിൻ്റെ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് പിന്നെ ഞാൻ 50 ഷീറ്റ്സിലേക്ക് പോവാം. ഇത് പൂക്കളം, നമ്മുടെ പൂക്കളത്തിൻ്റെ ഡിസൈൻ ബേസ് ചെയ്തിട്ട് ചെയ്ത ഒരു ഇതാണ്. ഇതും 100 ഷീറ്റ്സ് ആണ്. ദിസ് ഇസ് ലൈക്ക് വെരി എന്താ പറയുക, ഒരു പിങ്ക് പേർപ്പിൾ കളർ ഷെയ്ഡിൽ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ A6 സൈസ്. പിന്നെ വന്നത് നമ്മുടെ ചോക്ലേറ്റ് ബീൻ എന്ന് പറഞ്ഞാൽ, ചോക്ലേറ്റ് ബീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോക്ലേറ്റ് ബീനും ബാറും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇത് 50 ഷീറ്റ്സ് ആണ്. ഞാനത് ഇതിൻ്റെ കൂടെ വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് സ്പൈറൽ ആയതുകൊണ്ടാണ്. വയറോ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ലൈക്ക് ഈ എന്താ പറയുക, ടേർ ചെയ്യാനൊക്കെ പറ്റും, ബട്ട് ഇങ്ങനെ വെക്കാം നമുക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പർപ്പസ് പോലെ. അപ്പോൾ ബാക്കിലും നിങ്ങൾക്ക് എഴുതാം, ഫ്രണ്ടിലും എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ദെൻ കമ്മിങ് ടു പാൽപ്പായസം. നമ്മുടെ സേമിയ പായസം നോട്ട് പാഡാണിത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ നോട്ട് പാഡാണ്. നിങ്ങൾക്ക് ബർത്ത്ഡേക്കൊക്കെ വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു നോട്ട് പാഡാണ് ഇത്. പിന്നെ ഒരു നോട്ട് പാഡ് നമ്മുടെ ഇഡ്ഡലി ബേസ് ചെയ്തിട്ടുള്ള, ഇഡ്ഡലിയും പൊടിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ദിസ് ഡസൻറ്റ് ഹാവ് എനി കളർ, ബട്ട് ദിസ് ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇറ്റ് വാസ് എ ഹിറ്റ് ഓൾസോ അമംഗ് ദ സ്റ്റോൾസ്, പ്രീവിയസ് സ്റ്റോൾസ് ഇറ്റ് വാസ് ഹിറ്റ്. This also was a selling in previous stalls. The minty lemon എന്ന് പറഞ്ഞിട്ട് ഒരു തീമാണ്. ദിസ് ഇസ് ലൈക്ക് 50 ഷീറ്റ്സ് ആണ്. ഇത് സ്പൈറൽ വയറോ ആണ്. ഡീപ്പ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ എഴുതാം, ആൻഡ് അതിനെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. ഞാനൊരു കുഴി കുഴിച്ചിട്ട് ഒരു ഡിസൈൻ കണ്ടില്ലേ? So this is like kind of like if you have any deep thoughts and you want to write it down, you can write it down over here. So it's like അങ്ങനത്തെ ഒരു നോട്ട് പാഡാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ നോട്ട് പാഡാണ് ഇത്. ഞാൻ തിരിച്ചിട്ട കണ്ടോ, ലാൻഡ്സ്കേപ്പ് മോഡാണ് അതിൻ്റെ ഇത്. ബട്ട് ഇങ്ങനെയും എഴുതാം നിങ്ങൾക്ക്, ഇങ്ങനെയും എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക് ശ്രീകൃഷ്ണൻ്റെ തീമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മുടെ എന്തായാലും ഇന്ന് തൈപ്പൂയമാണ്. അപ്പോൾ എല്ലാവർക്കും തൈപ്പൂയം വിഷസ് ടു ഓൾ. അപ്പോൾ മുരുകനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണിത്. ഇത് 100 ഷീറ്റ്സ് ആണ്. ഇത് വയറോ ആണ്. വെയിലൊക്കെ ഉണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് ദേവി നോട്ട് പാഡാണ്. ഇത് ദേവിയുടെ ശൂലം വെച്ചിട്ട് ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്ത ഒരു നോട്ട് പാഡാണ്. ദിസ് ഇസ് ആക്ച്വലി ഗ്ലൂഡ്. ഇത് ഗ്ലൂഡാണ് ആൻഡ് യു ക്യാൻ ടയർ ഇറ്റ്. ഇത് വിഷ്ണുവിൻ്റെ ചക്രം കണ്ടില്ലേ, വിഷ്ണു തീമായിട്ടുള്ള നോട്ട് പാഡാണ്. ആൻഡ് യു ക്യാൻ സീ ദിസ് ഇസ് ഓൾസോ 50 ഷീറ്റ്സ്. ദീസ് ടു ആർ ലൈക്ക് 50 ഷീറ്റ്സ്. ഓക്കെ, ബട്ട് പിന്നെ ഒരു ഏകദേശം ഒരു സിമിലാരിറ്റി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരേ സമയത്ത് തന്നെ ചെയ്തതാണ് ഡിസൈൻ. സോ ഐ വോണ്ട് ഇറ്റ് ടു ബി ലൈക്ക് ലക്ഷ്മി നാരായണൻ പോലത്തെ ഒരു ഇഫക്റ്റ് വേണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ് ഇത് രണ്ടും. ലൈക്ക് യു ക്യാൻ ബൈ ദിസ് ബോത്ത്, അങ്ങനെ ആ രീതിയിൽ. പിന്നെ ഇത് നമ്മുടെ A5 സൈസിലെ നോട്ട് പാഡാണ്. ഓമാണ് ഞാൻ തീം കൊടുത്തേക്കണത്. ഇത് നമ്മുടെ ലോഗോ, നമ്മുടെ നോട്ട് പാഡിൻ്റെ ലോഗോ ആണ്. ഓക്കെ, എനിവേസ് കമ്മിങ് ടു ദി ഗ്ലൂഡ് വൺ. ഇപ്പം ഇത് രണ്ടും നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ ദീസ് ബോത്ത് ആർ, നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ബി ലവ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് ബുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു നോട്ട് പാഡാണ് ഇത്, ഓറഞ്ചും ബ്ലൂ. അത് ഒന്ന് 50 ഷീറ്റ്സ് അവൈലബിൾ ആണ്, വിച്ച് ഇസ് ഇൻ ഓറഞ്ച്, ആൻഡ് ദ ബ്ലൂ വൺ ഇസ് ഇൻ 100 ഷീറ്റ്സ്. അപ്പോൾ അങ്ങനെ ഒരു തീമാണ്. അതിൻ്റെ സെയിം പോലെ അതിൻ്റെ തന്നെ തീമായിട്ടുള്ള നോട്ട് പാഡാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാണ്ഡവരാണ് ഇതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മുടെ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ ആൾക്കാരാണ്. മഹാഭാരതത്തിലെ കൃഷ്ണനെ കഴിഞ്ഞാൽ നമുക്ക് പാണ്ഡവരെ അല്ലാണ്ട്, അർജുനെ അല്ലാണ്ട് നമുക്ക് ഗീത കാണാനോ ഇല്ല എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള നോട്ട് പാഡ്സ് ആണ്. ദിസ് ഇസ് യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല, സഹദേവ, ഇവരുടെയൊക്കെ നോട്ട് പാഡ്സ് ആണിത്. ദിസ് ഇസ് വെരി യുണീക്ക് നോട്ട് പാഡ്. യു വോണ്ട് ഗെറ്റ് ഇറ്റ് എനിവെയർ. സോ അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. സോ ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി സെറ്റ് സ്റ്റോളിൽ വിൽക്കണുണ്ട്. സോ ദീസ് ആർ ലൈക്ക് 50 ഷീറ്റ്സ് ആണ്. ഈ 50 ഷീറ്റ്സിനെയൊക്കെ 225ഉം നമ്മുടെ 100 ഷീറ്റ്സിനെയൊക്കെ 250 ആണ്. അങ്ങനെയാണ് ലൈക്ക് കോസ്റ്റ് വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ ആ ഒരു യുധിഷ്ഠിരൻ്റെ ധർമ്മം, ഭീമൻ്റെ ഭയങ്കര സ്ട്രെങ്ത്ത്, അർജുനൻ്റെ ഫോക്കസ്, നകുലം, സഹദേവൻ അധികം നമ്മൾ ആൾക്കാർ ഇവരെ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് വാട്ട് ഐ ഹാവ് റിസർച്ച്ഡ് ആൻഡ് ഐ ഡിഡ് ഇസ് Nagulan is very good at astrology, with stars, with space, and with intuition, kind of. Sahadevan is good at herbs, Ayurveda, health, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. സോ ആക്ച്വലി ദേ ബോത്ത് ആർ ആക്ച്വലി ഗുഡ് അറ്റ് ദിസ് ഓൾസോ, മറ്റേ സ്വാഡ് ഫൈറ്റിംഗ്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ആ തീം, കളർ തീം അങ്ങനെയാണ് ഞാൻ വെച്ചേക്കണത്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ചെറി ബ്ലോസം. ഇത് ഭയങ്കരമായിട്ട് വിറ്റുപോയൊരു നോട്ട് പാഡാണ്. സോ ഐ എം ഇൻട്രൊഡ്യൂസിങ് ഇറ്റ് അഗെയിൻ. ചെറി ബ്ലോസം നോട്ട് പാഡ്. അതിൻ്റെ DL സൈസും ഉണ്ട്, വലുത്. അതിൻ്റെ സ്മോൾ സൈസും ഉണ്ട്, A6 സൈസും ഉണ്ട്. ദിസ് ഇസ് റെട്രോ തീം, ഒരു റെട്രോ തീമായിട്ടുള്ള. സിൻസ് ദിസ് ഇസ് എ ഡിസൈൻ ഫെസ്റ്റിവൽ, ഐ തോട്ട് ഒരു കുറച്ചും കൂടെ പെപ്പി ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ ലൈക്ക് പീപ്പിൾ ഗെറ്റ് യുനോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു നോട്ട് പാഡ്സ് ആണല്ലോ ഇതൊക്കെ എല്ലാം. സോ റെട്രോ തീമായിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ റെട്രോ നോട്ട് പാഡാണിത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിത് ചോക്ലേറ്റ് ബീൻ കണ്ടു, നമ്മുടെ പൂക്കളം കണ്ടു. ഇനി നമ്മൾ DL സൈസിലേക്കാണ് പോണത്. DL സൈസിൽ ആദ്യം കാണുന്നത് വാട്ട്സ് ദ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗോൾ എഴുതാം ആൻഡ് എന്താണ് പ്ലാൻ എന്നുള്ളത് നമുക്ക് എഴുതാം. അങ്ങനെ ഇത് DL സൈസാണ്. ദിസ് ഇസ് ഓൾസോ 50 ഷീറ്റ്സ്. പക്ഷേ ഇതിന് ആദ്യത്തേനൊക്കെ ഞാൻ ചിലതിനൊക്കെ വില സെയിം ആണ്, ലൈക്ക് 250 ആണ്, ചിലത് 260 ആണ്. അങ്ങനെ ഇത് നമ്മുടെ പെർഫെക്റ്റ് ഫിറ്റ്, നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഫിറ്റിൻ്റെ നോട്ട്ബുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. 2 നോട്ട്ബുക്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു DL സൈസ്. ഇത് നോട്ട് പാഡ് ഞാൻ ഉണ്ടാക്കിയ നോട്ട് പാഡാണ്. സോ അതുകൊണ്ട് ഇത് ഭയങ്കര സ്പെഷ്യലാണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ടു ഡു ലിസ്റ്റ് ഭയങ്കര ഹിറ്റായിരുന്നു.
പ്രീവിയസ് ഇതിലെ ആൾക്കാർ കുറച്ച് പേര് മേടിച്ചു പോയായിരുന്നു ടു ഡു ലിസ്റ്റ്. ഇതും DL സൈസാണ്. ഞാൻ ചെറി ബ്ലോസം ഞാൻ പറഞ്ഞില്ലേ, ചെറി ബ്ലോസത്തിൻ്റെ DL സൈസാണ്. ഇതിങ്ങനെ പൂക്കളം നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും എഴുതാം. ഇത് കോട്ടൺ ക്യാൻഡിയുടെ ഒരു നോട്ട്ബുക്കും ഉണ്ട്. കോട്ടൺ ക്യാൻഡിയുടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ കളർ തീം കോട്ടൺ ക്യാൻഡിയുടെ ഒരു കളർ തീമാണ്. പ്ലസ് നമ്മുടെ ഐസ്ക്രീം, കോട്ടൺ ക്യാൻഡി ഐസ്ക്രീമാണ് ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ. സോ അത് ആ തീമിൻ്റെ അനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. സോ ദിസ് ഈസ് ആക്ച്വലി 100 ഷീറ്റ്സ് ആണ്, നല്ല കട്ടിയുള്ളതാണ്. ദിസ് ഈസ് എക്സ്പ്ലോർ വിത്ത് മീ. ഇതിൻ്റെ നോട്ട്ബുക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ആ നോട്ട്ബുക്കിൻ്റെ നോട്ട് പാഡാണ്, ആ ക്യാരക്ടറിൻ്റെ ഒരു നോട്ട് പാഡാണ്. ദിസ് ഇസ് ലെമൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈനാപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണിത്. ഇത് നമ്മുടെ സദ്യക്ക് കണ്ടില്ല ഇങ്ങനെ ഉപ്പേരി. അപ്പോൾ നമ്മുടെ സദ്യയുടെ ഇലയിലുള്ള ഓണത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഇതും അതെ ഓണത്തിൻ്റെ ഒരു നോട്ട് പാഡാണ്. ഇത് രണ്ടും ഓണത്തിൻ്റെയാണ്, പക്ഷേ അതും ഞാൻ വെക്കാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചോക്ലേറ്റിൻ്റെ തന്നെ ഒരു ബാറ്, പിന്നെ 225 കഴിഞ്ഞ ഇതിൻ്റെയാണ്, പക്ഷെ ഞാനത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നോട്ട് പാഡ്സ്. So I hope you like this video. Until next time, thank you for joining me and stay tuned for part 3, which will be like എന്താ പറയുക, ആ സ്റ്റോള് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും. ലെറ്റ്സ് സീ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.